നമസ്കാരം സർ. കാണാം സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി സർ. സാറേ, ആ മാനേജറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, പിന്നെ കുറച്ച് നാട്ടുകാരുടെ. SP ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം സാറേ. പിന്നെ പെൺപിള്ളേർ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളോട് വരാൻ പറയും. ശരി സാറേ. സർ, ആനി. ആനി രാവിലെ കടയിലേക്ക് കയറിയായിരുന്നു. ഇല്ല സാറേ, അതിനു മുന്നേ ആൾക്കാരൊക്കെ അകത്തോട്ട് കയറി. പിന്നെ മെമ്പർ വന്ന് കാര്യം പറഞ്ഞു. സാറേ, ഇതിന് എന്നാ നമുക്കൊന്ന്... ഇന്നലത്തെ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ ടൈലിൻ്റെ പണിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ ആഴ്ച കട തുറക്കായിരുന്നതാ. പിന്നെ ഞങ്ങളും കൂടെ ടൈലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. ടൈൽ പണിയൊക്കെ അറിയോ? പഠിച്ചതാ സാറേ, ചിലവ് ഭയങ്കര കൂടുതലാണ്. ബാക്കി ദിവസം എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ സുമിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പോൾ പോയിട്ട് സുമിക്കും അമ്മയ്ക്കും മേക്കപ്പ് ചെയ്തു. രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പതിവ് പോലെ ഉച്ചയ്ക്ക് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 4 മണിയായപ്പോൾ കടപൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സുമിയുടെ വീട്ടിൽ പോയത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? പതിവ് പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ലേ? ആനി ഒരു പാർലറിൽ വർക്ക് ചെയ്തിരുന്നല്ലേ? പിന്നെന്ത് പറ്റി ഇവിടെ ഒന്ന് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ? സാറേ, എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊന്നും വേറെ പാർലറും ഇല്ല. ഓഹോ. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാങ്ക് സ്റ്റാഫ് സെൻസർ ഓൺ ചെയ്തു, ബാങ്ക് പൂട്ടി. ഞായറാഴ്ച രാവിലെ നിങ്ങൾ കട തുറന്നു, പണി തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ബാങ്ക് മാനേജർ ബാങ്കിൽ വന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ നിങ്ങൾ കട പൂട്ടി അല്ലേ? ചായക്കട പൂട്ടുന്നവരെ കറിയൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ മോഷണം അപ്പോഴേക്കും നടന്നിട്ടുണ്ടാവുക. രാത്രി ആയിരിക്കില്ലേ സാർ? നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കാം, അതാ സേഫ്. പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ലെന്നാകുമ്പം പോവാം. അത്ര എളുപ്പമല്ല. കുറച്ചു കാലം നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും രണ്ടാളും. ഇതുവരെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നേ. എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സൂക്ഷിക്കണം. ഇതിന് അത്ര മാർക്കറ്റ് വലിയ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ലവനാ, പറ്റിക്കല. ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിലിന് കൊടുക്കണം. അതൊക്കെ അപ്പ പറയണ പോലെ. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ തുരുത്തിലെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. അവിടെ ആ സേഫ്, ആരും വരില്ല. എത്ര കഴുകിയിട്ട് ഈ മഷി പോണില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡസ്റ്റ് പഠിച്ച് നിൽക്കല്ലേ, എന്തെങ്കിലും കഴിക്കാം. വാ, ഒരുമിച്ച് കഴിക്കാം. വാ. വാ മക്കളെ, ഇരിക്കും. രാവിലെ മോനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എടാ മോനെ മനു, വെച്ചാൽ കഴിക്കാൻ മെറോട്ടയും കറി കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. അല്ല, ഈ കേസും ബുക്കാറൊക്കെ തീർന്ന് നിന്ന് കട തുറക്കാൻ പറ്റും? അറിയില്ല കേട്ടോ. എടാ മനുവേ, നീ പുറത്തേക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ചെല്ല് മക്കളെ. നിങ്ങളിപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് മനസ്സാക്ഷിപ്പിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കഴിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ആരകത്തെ കയറ്റി വിടണ്ട. സർ, എൻട്രി എക്സിറ്റ് ഒരേ വഴി കൂടിയാണ്. ഓഹോ. സർ, പിന്നെ
കോൺക്രീറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അവർ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. ഓഹോ. എനി എവിഡൻസ്? സർ, സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നടന്ന ടൈം? സം ടൈം ബിറ്റ്വീൻ 11 and 4 AM. ഇവിടെ അടുത്ത് വലിയൊരു വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ കവലയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഇതേ രീതിയിൽ മോഷണം നടത്തുന്നവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സർ. എമ്മോ കോൺവിക്സ്, പ്രത്യേകിച്ച് ഈ അടുത്ത് റിലീസായവർ. സർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂട്ട്? സർ, ബാങ്കിൽ 70 ലോക്കറുള്ള ഒരു സേഫ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള മറ്റു 2 സേഫ് തൊട്ടിട്ടില്ല. പിന്നെ ലോക്കർ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണ് സർ. എന്ത് പ്രശ്നം? കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടല്ലോ ലോക്കറിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓർമ്മ കാണണമെന്നില്ലല്ലോ സർ. ഏകദേശം 26 കിലോ സ്വർണം, കുറച്ച് ഡയമണ്ട്, ഒരു 3.5 ലക്ഷം വരെ ക്യാഷ്, പിന്നെ കുറച്ച് ഫോറിൻ കറൻസി. അപ്പന്റെ കള്ളി പോകുന്നതല്ലേ. ഇറങ്ങി 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 വന്നോണ്ടിരിക്കുക. ഓക്കെ. See, it's a grave situation. Sir. We have to find out who did this as soon as possible. Yes, sir. You make an investigation team and you give me the list tonight itself. Sure. Okay? നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. All right? Okay, sir.